പേരെന്താണ്? നസീർ. പേരെന്താണ്? ഷീല. നസീർ ഷീല. അതാണ് കുഴപ്പം. ഈ പേര് നിങ്ങൾ ചെറുപ്പത്തിലിട്ടാണോ അതോ പ്രേമിച്ചതിന് ശേഷം ഇട്ടാണോ? ഈ പേരുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ പ്രേമം തുടങ്ങി. അതെങ്ങനെ? ഹായ് ഷീല, ദിസ് ഇസ് നസീർ. എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാ മെസ്സേജാ. എന്ത് രസമായിരുന്നു അല്ല ഷീലേ? ഇവരാദ്യമായിട്ടാണ് വിളിച്ചിരുന്നത്. പുല്ലേ ഇൻസ്റ്റയിൽ അക്കൗണ്ട് തുടങ്ങിയാൽ മതിയായിരുന്നു. കാറൊക്കെ വാങ്ങിച്ചത് സമയം കളഞ്ഞ്. ഹായ്, നമസ്കാരം സാർ. ചിരി വരണ്ട. ഇല്ല സാർ. എന്നാ റൂമിൽ പോയിരിക്കേ. കമ്പ്യൂട്ടർ റൂമിൽ എ സി ഉണ്ട്. ശരി സാർ. മാഡം, ID കാർഡ് കിട്ടിയില്ലല്ലോ. തന്നിരുന്നു സാർ. നിന്റെ അല്ല, ഇവളുടെ. നമ്മുടെ ഫോൺ ഓഫ് ആയി പോയി സാർ. ഗൂഗിൾ ഡ്രൈവിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കാണില്ല. നിന്റെ ഗൂഗിൾ ഡ്രൈവിൽ ഇവളുടെ ID മാത്രമേ ഉള്ളോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്തായാലും നീ ഫോണൊന്ന് എടുക്ക്. ഫോൺ എടുക്കടാ, ഞാനൊന്ന് കാണട്ടെ. ഫോൺ എടുക്കടാ, താടാ ഇങ്ങോട്ട്. സാർ, എൻ്റെ സ്വകാര്യത. എന്ത് സ്വകാര്യതയാടാ ഇതിനകത്തുള്ളത്? ഞങ്ങളുടെ കുറച്ച് പ്രൈവറ്റ് ഫയൽസ് ഉണ്ട് സാർ. എന്നാ ഞാൻ ഒന്ന് കണ്ടുതരാം. കാണട്ടെ. പിൻ നമ്പർ പറയടാ. പറയടാ. 1 1 പറയടാ. 2 2 3 3 പറയടാ. 4 4 ഭയങ്കര പിൻ നമ്പറാണല്ലോടാ. ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തരാം. നീ അവിടെ ഇരിക്ക്. സാർ. സാർ, അടങ്ങിയിരിക്കടാ. പോയി ഫോൺ എടുത്തോണ്ട് പാടും കോപ്പ. സാബിൻ്റെ 2 ബസ് റെന്റ് വാങ്ങിച്ചിടാൻ വല്ല മാർഗമുണ്ടോ? അതാണല്ലോ എൻ്റെ പണി. മാഡം, ഇവിടെ എന്താ നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാ ഞങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്ത് അടിസ്ഥാനത്തിൽ ആ സാറ് നസീറിന്റെ ഫോൺ എടുത്തോണ്ട് പോയത്? അതിനകത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് ചാറ്റും ഫോട്ടോസും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നോക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ഇത് ചുമ്മാ അയാളുടെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്. മാഡം, എത്ര നേരം ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിട്ടെന്നറിയോ? എനിക്ക് മതിയായി. അതിന് പുറമെ കുറെ ആൾക്കാരുടെ നോട്ടവും ഭാവവും. ഇതാ അയാൾ ഞങ്ങളുടെ ഫോണും കൊണ്ടുപോയി. അയാളാ സാറ്? താനൊന്ന് വാ അടയ്ക്കുന്നുണ്ടോ? ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ താൻ നാവ് തുറന്ന താൻ ഞാൻ കേൾക്കും പാട്ട് എല്ലാം കൂടെ ഞോക്കപ്പില്ലിടും. പറഞ്ഞു മനസ്സിലാവുണ്ടോ? താൻ വിഷമിക്കണ്ട, ഞാൻ നോക്കാം. അങ്ങോട്ടിരുന്നോളൂ. രഘുനാഥേ, താൻ എന്തിനാ ഇവരെ ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നത്? മേഡം, അവരുടെ ചാറ്റ് ഒന്ന് പരിശോധിക്കണം. എന്തിന്? മേഡം, അവർക്ക് ഈ കഞ്ചാവിന്റെ ബിസിനസ് ഉണ്ടോന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കണം. എന്റെ ടെമ്പർ പോയി നിൽക്കുകയാണ്. തന്റെ ഊളത്തരങ്ങൾ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. മേഡം, അരവിന്ദ് സാറ് പറഞ്ഞിട്ടുണ്ട്, വെറുതെ പ്രശ്നമാവും. തന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രൊസീജിയർ ഒന്നും പഠിപ്പിക്കണ്ട. അരവിന്ദ് സാറല്ലേ, ഞാൻ നോക്കിക്കോളാം. ഫോൺ എടുക്ക്. സാറേ, ആ കാറിലുണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് സാറേ.
അതിന് നമുക്ക് ഗുണമുള്ള കേസാ. ഈ ജോർജ് കുട്ടി കേസൊക്കെ ആരാ ഡീൽ ചെയ്യുന്നത്? ഈ തട്ടലും മുട്ടലും വണ്ടി കേസൊക്കെ ഞാൻ തന്നെ അങ്ങ് ഡീൽ ചെയ്യും. വലിയ ഡീലൊക്കെ? വലിയ ഡീലൊക്കെ രഘുനാഥ് സാറും ഉത്തമനും രാജീവ് സാറൊക്കെ ചെയ്യാറ്. അവരൊരു കോക്കസാ സാറേ. കോക്കസ് എന്ന് പറയുമ്പോൾ ഈ കൈക്കൂലി കേസ് മാത്രമേ ഉള്ളൂ? ഏയ്, ചില്ലറ കൊട്ടേഷനൊക്കെ എടുക്കും സാറേ. കൊട്ടേഷനോ? ആ, സ്റ്റേഷനിൽ പലരെയും കൊണ്ടുവന്ന് ഇടിക്കാറുണ്ട്, ഉരുട്ടാറുണ്ട്. ആ കാർ ഓണറെ കയ്യിൽ നിന്ന് വല്ലതും തടയോടോ? അതിന് തിരുപ്പണി എടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചൂടാവുന്ന ആളാണെങ്കിൽ വിധിയാണ് ആ പയ്യൻ്റെ. ഡോ, തനിക്കും ഭാര്യയൊക്കെ ഉള്ളതല്ലേ? ഈ സംശയരോഗം വെച്ചിട്ടാണോ താൻ ഈ കേക്ക് വാങ്ങി വീട്ടിൽ പോകുന്നത്? വല്ല സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ നോക്ക്. എന്തിന് സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് വെറുതെ ഞാൻ എൻ്റെ ശരീരം കേടാക്കണം? മാഡം, ഞാൻ CCTV വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങിയ GPS ഉണ്ട്. അവളുടെ കളി എൻ്റെ അടുത്താ. GPS-ഓ? ആ, എവിടെ? കാറിലോ? ആ കാറിലല്ലാണ്ട് പിന്നെ എവിടെ? ഏത് കാറില്? എല്ലാ കാറിലും ഉണ്ട്. അവൾ ഏത് കാറിലാണ് പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ റെന്റിന് കൊടുത്ത ഈ ബ്രൗൺ കാറിലുണ്ടോ GPS? ആ, അതിലുണ്ട്. അത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പോ? ആ, എനിക്ക് എൻ്റെ മൊബൈലിൽ നോക്കാലോ. ഡോ, താൻ എന്തൊരു ഫോൺ എടുക്കണോ? മണ്ടനാ, ബുദ്ധിയുള്ളതുകൊണ്ടല്ലോ എങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഫോണിങ് എന്നാ മാഡം, ഇത് ഇത്ര നേരം കയ്യിൽ വെച്ചിട്ടാണോടോ താൻ ഈ കോപ്പിലെ കളി കളിച്ചത്? സാറേ, സാറേ, ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. ആ അവർ സഞ്ചരിക്കുന്ന കാറ് നമുക്കിപ്പോ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ നന്നായി. അത് വേഗം അരവിന്ദന് അയച്ചു കൊടുക്കും. ശരി സാർ. ഇതൊന്നും നേരത്തെ അറിഞ്ഞില്ലേ? സാർ, അയാൾ ഒരു മണ്ടൻ. ഇപ്പോഴാ പറയുന്നേ. അയാൾ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? ഇപ്പൊ അയക്കാം സാർ. ഡോ, ഞാൻ ആ കോളനി ശങ്കരനെ പൂട്ടാനുള്ള കൊട്ടേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഉത്തമനിൻ്റെ ഒന്ന് അതിന് എൻ്റെ കൂടെ നിൽക്കോടോ. എനിക്കൊരു ഗണ്ണ് വേണം. നോക്കി നിൽക്കാതെ ഗണ്ണെടുത്തോണ്ട് ഓടോ. സാറേ, സ്ട്രൈറ്റ് തന്നെയല്ലേ പോണ്ടേ? ഇവിടെ ഗൂഗിൾ മാപ്പ് ഞാനല്ല, ഇതാണ്. ശരി സാർ. ഓരോരുത്തന്മാർ കാക്കിയിട്ട് എൻ്റെ അതിൻ്റെ തൊട്ടേക്കാണ് കയറാൻ വരുന്നത്. സാർ, ആ ഉത്തമ, ഞാൻ CI സാറ് പറഞ്ഞിട്ടാ വിളിക്കുന്നത്. താൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഇങ്ങ് വാ. പുള്ളിക്ക് എന്തോ കൃത്യമായ പ്ലാനുണ്ട്. നമ്മളങ്ങ് നിന്നുകൊടുത്താൽ മതിയടോ. താൻ വേഗം വാ. ആർമുക, ആ കോളനിക്കാരൻ വന്നപ്പം തൻ്റെ പണി കുറച്ച് കുറഞ്ഞല്ലേ?
ചില ആളുകളെ കാണുമ്പോൾ മാത്രം സാർക്ക് തോന്നുന്ന ചീഞ്ഞ വിചാരം ഉണ്ടല്ലോ, അത് മാറാതെ അവിടെ ഒന്നും നേരാവാൻ പോണില്ല. എടോ, താനൊക്കെ വാ തുറക്കാറുമ്പോ ഞാൻ പറയാം കേട്ടോ. പോടോ പോടോ. കേട്ടോ, തൻ്റെ പണി കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് മാറിയിരിക്ക്. ഈ ആക്സിഡന്റ് പറ്റിയത് ജാക്സൺ ബസാറിലെ രമേശനാണ്. പുതിയ CI ആണെങ്കിൽ പഴയതിനേക്കാളും അലമ്പന. തൻ്റെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. നേരം വെളുക്കുമ്പോഴേക്ക് ഇവന്മാരെ കൂടി തന്നെ വിട്ട് തീർക്കും. ആ സന്തോഷം എന്ന് പറയുന്ന പയ്യനെയും പൊക്കിയിട്ടുണ്ട്. താൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടോ? സാറേ, ഒന്ന് ടോയ്ലറ്റിൽ പോകണം. രഘു സാറേ, ഇയാളിത് എവിടെ പോയി? വാ. സന്തോഷിൻ്റെ കാര്യം ഒരു പിടിയില്ല. ഹോസ്പിറ്റലിലാണ് ഈ രവിയണ്ണം മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എടാ, അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണാണെ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. നിനക്ക് ആ സെൽവണ്ണനെ വിളിച്ചൂടെ? അവിടേക്ക് ഞാൻ വിളിച്ചതാ, പക്ഷെ അവിടെ ഒന്നും എത്തിയിട്ടില്ല. അയാൾ നിന്റെ കഴപ്പൊക്കെ ഞാൻ തീർത്തിയിലാണ്. ഈ നായിന്റെ മോനെടുത്ത് സ്റ്റോർ റൂമിലിട്.